ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോളിഗൺസ് എന്ന ചാപ്റ്ററാണ്. 8ാം ക്ലാസ് മാത്സിലെ 3ാമത്തെ പാഠഭാഗമാണ്. അപ്പോൾ ചാപ്റ്ററിലേക്ക് എടുക്കാം. ഫസ്റ്റ് അവിടെ പറയുന്നത് സം ഓഫ് എ പോളിഗൺ. ഓക്കെ, അത് പോളിഗൺ എന്താണെന്ന് ചോദിച്ചാൽ മൂന്നോ അതിലധികമോ വശമുള്ള അടഞ്ഞ രൂപമാണ് പോളിഗൺ. എക്സാമ്പിൾ ട്രയാങ്കിൾ, സ്ക്വയർ, അവിടെ നിന്നിട്ട് അങ്ങോട്ട് പോളിഗൺസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഒരു പോളിഗൺ ഇപ്പോൾ ഒരു 5 സൈഡുള്ള പോളിഗൺ നമ്മൾ ഓരോന്നിനും ഒരു പേരുണ്ട്. 3 ട്രയാങ്കിൾ, 4 സ്ക്വയർ, റെക്ടാങ്കിൾ, പെൻറ്റഗൺ, ഹെക്സഗൺ, സെപ്റ്റഗൺ, ഒക്ടഗൺ, നോനഗൺ, ഡെക്കഗൺ, അങ്ങനെ പേരുകളുണ്ട് അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ പെൻറ്റഗൺ 5 വശമുള്ളത് എടുത്താൽ അതിൻ്റെ അകത്ത് എല്ലാ ആംഗിളും കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടുമെന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള നമുക്കുള്ള ഇക്വേഷനാണ് n-2 × 180, where n is the number of sides. അതായത് എത്ര വശമുണ്ടോ അതിൽ നിന്ന് 2 കുറച്ചിട്ട് 190 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും എത്രയാണ് ടോട്ടൽ ആംഗിൾ. അപ്പോൾ ഇവിടെ എത്ര 5 - 2 × 180, 3 × 180 which is equal to 540 ഡിഗ്രിയാണ് ഇവിടെ ടോട്ടൽ ആംഗിൾ വരുന്നത്. ഓക്കെ, അതാണ് ആ ഒരു ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനിയുള്ളതാണ് ഇപ്പോൾ ഒരു പോളിഗൺ എടുത്ത് ഇപ്പോൾ ട്രയാങ്കിൾ എടുക്കുവാണ്. ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് നമ്മൾ നീട്ടി വരച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ആംഗിളാണ് അതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ. ഓക്കെ, അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ എന്നൊക്കെ പറയാം. അപ്പോൾ ഇന്നർ ആംഗിൾ ഇതിന് നമുക്ക് എക്സ് എന്നും കൊടുക്കാം, ഇത് വൈ എന്നും കൊടുത്താൽ ഇന്നർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും കൂടി കൂട്ടിയാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും. നമ്മൾ ലീനിയർ പെയർ എന്നൊക്കെ പറയുന്നു, പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി 3 സൈഡും എക്സ്റ്റെൻഡ് ചെയ്തു. ഈ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്തു, ഈ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്ത് Z കിട്ടി, ഈ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്ത് M കിട്ടിയെന്ന് വിചാരിക്കുക. എമ്മും വൈയും സെഡും കൂടി കൂട്ടിയാൽ നമുക്ക് 360 ഡിഗ്രി കിട്ടും. ഓക്കെ, അതായത് ഏതൊരു പോളിഗൺ എടുത്താലും അതിൻ്റെ ഔട്ടർ ആംഗിളുകൾ എല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് 360 ഡിഗ്രി കിട്ടും. ഏതൊരെണ്ണം ആയിക്കോട്ടെ. ഇപ്പോൾ സ്ക്വയർ എടുത്തു, സ്ക്വയറിൻ്റെ ഓരോ സൈഡ്സ് എക്സ്റ്റെൻഡ് ചെയ്തു, ഇത് എല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടി? 360 ഡിഗ്രി കിട്ടി. അത് ഏതൊരു പോളിഗൺ എടുത്താലും അതിൻ്റെ ഔട്ടർ ആംഗിൾസ് എല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് 360 ഡിഗ്രി കിട്ടും. ഓക്കെ, അതൊരു കോൺസെപ്റ്റാണ്. പിന്നെ നമുക്ക് റെഗുലർ പോളിഗൺ വരുന്നുണ്ട്. ഒരു പോളിഗണിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയാൽ അതാണ് റെഗുലർ പോളിഗൺ. ഇപ്പോൾ എക്സാമ്പിൾ ട്രയാങ്കിളിന്റെ 3 സൈഡ് ഈക്വൽ ആയാലും നമ്മൾ അതിന് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയും. ക്വാഡ്രിലാറ്ററൽ 4 വശമുള്ളത് അതിന്റെ എല്ലാ സൈഡും ഈക്വൽ ആയാലും നമ്മൾ റോംബസ് എന്ന് പറയും, സ്ക്വയർ പറയും. പിന്നെ തൊട്ട് അങ്ങോട്ട് റെഗുലർ പേരെടുത്ത് പറയും. റെഗുലർ പെൻറ്റഗൺ, റെഗുലർ ഹെക്സഗൺ, റെഗുലർ സെപ്റ്റഗൺ, റെഗുലർ ഒക്ടഗൺ, അങ്ങനെ. ഓക്കെ, അപ്പോൾ എല്ലാ വശവും സെയിം ആയാൽ മാത്രം വേണ്ടി വരും. ഇപ്പോൾ തേനീച്ചയുടെ കൂട്, ഓക്കെ, അതൊക്കെ ഒരു ഹെക്സഗണൽ ഷേപ്പായിട്ട് നമുക്ക് കൂട്ടാവുന്നതാണ്. ഇനി ഇവിടെ നിന്ന് ഒരൊറ്റ ചോദ്യം കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഓവറോൾ കഴിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ 360 ഡിഗ്രി കിട്ടും എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരു പോളിഗൺ എടുത്തു, അതിൻ്റെ എല്ലാ ഔട്ടർ ആംഗിളും അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മളിങ്ങനെ ഓരോ സൈഡ് ചുരുട്ടി കൊണ്ടുവരുന്ന സമയത്ത് അതെല്ലാം കൂടി ഒരു പോയിന്റിൽ കൂട്ടിമുട്ടും. അപ്പം നമുക്ക് മനസ്സിലാകും 360 ഡിഗ്രി ആണ് അതിൻ്റെ സമ്മെന്ന്. നമുക്ക് ജിയോജിബ്രയൊക്കെ വെച്ചിട്ടാണെങ്കിൽ അത് റിയലി ചെയ്ത് നമുക്ക് കണ്ട് വിഷ്വലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി ലിമിറ്റേഷൻ ഉണ്ടെന്നാലും പേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ആ കണക്കിലേക്ക് പോകാം. ഇപ്പോൾ ഒരു റെഗുലർ പോളിഗണിൻ്റെ ഒരു ആംഗിൾ 144 ആണ്. അതിന് എത്ര സൈഡ് ഉണ്ടെന്നാണ് ചോദ്യം. ഓക്കെ, ഇപ്പോൾ ഒരു ആംഗിൾ 144 ആണെങ്കിൽ അപ്പുറത്തെ ആംഗിൾ 36 ആയിരിക്കും. 180 ആണെന്ന് നമുക്കറിയാം. ടോട്ടൽ 360 ആണ് സമ്മ്. അപ്പോൾ ഈ 360ക്ക് 36 ഈക്വലി കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും. അപ്പോൾ അതൊരു 10 സൈഡുള്ള പോളിഗണാണ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ചെറിയ ചാപ്റ്ററാണ്. n-2ന്റെ കൺസെപ്റ്റ്, ഔട്ടർ ആംഗിൾ, പിന്നെ അതിൻ്റെ സമ്മെല്ലാം കൂട്ടിയാൽ 360 ഡിഗ്രി കിട്ടും. റെഗുലർ പോളിഗൺ ഒരു കണക്ക്. ഇത്രയാണ് ചാപ്റ്ററിൻ്റെ ഒരു കോർ സമ്മറി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കിട്ടുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.